നമ്മൾ പറഞ്ഞു ഇൽമ് അറിവ് ഉയർത്തപ്പെടുകയും അറിവില്ലായ്മ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ലോകത്താകമാനം ജഹാലത്ത് വ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതെങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, ആളുകൾ നേതാക്കന്മാരെ സ്വീകരിക്കുക അറിവില്ലാത്തവരെയാണ്. ഫസുഇലു, അങ്ങനെ അറിവില്ലാത്ത ആ വിഡ്ഢികളോട് ചോദിക്കും. ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അവർ ഫത്വകൾ നൽകും. ഫദല്ലു വഅദല്ലു, അങ്ങനെ അവർ പിഴച്ചു പോകും, അവർ മറ്റുള്ളവരെ വഴി പിഴപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ധാരാളം അറിവില്ലാത്ത പുരോഹിതന്മാരെ ആളുകൾ നേതാക്കന്മാരെ സ്വീകരിക്കുകയും ആ പുരോഹിതന്മാർ ആളുകൾക്ക് അറിവില്ലാത്ത രൂപത്തിൽ ഫത്വ നൽകുകയും അങ്ങനെ അവരും ആ ഫത്വ നൽകപ്പെട്ട ആളുകളും അറിവില്ലാതെ ദീനീ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വഴിപിഴച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ തന്നെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ഒരറിവുമില്ലാതെ അതിനെതിരെ വിളിച്ചു പറയുന്ന സലഫികൾക്കെതിരെ സംസാരിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനമാണ്, അതുകൊണ്ട് അത് ആഘോഷിക്കൽ അനുവദനീയമാണ് എന്ന് ഫത്വ നൽകിയ പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പെരുന്നാൾ ദിവസങ്ങളിൽ പടക്കവും കരിമരുന്നും ഉപയോഗിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ഫത്വ നൽകിയവരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അയാൾ ഉംറക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഇഹ്റാം ചെയ്യാം, അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടാണ്. എത്ര വലിയ വിഡ്ഢിത്തമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉംറ കോഴിക്കോട് എയർപോർട്ടിലാണോ? അത് മക്കത്തല്ലേ? ഇഹ്റാമിന് അതിൻ്റെതായ മീഖാത്തുകളുണ്ട്, അത് വിട്ട് കടക്കാൻ പാടുള്ളതല്ല, അതിന് മുമ്പേ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹു അല്ലാത്ത വലിയകളോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞ് അതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ. ഇങ്ങനെ ജഹാലത്ത് വ്യാപകമാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട്